ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഗോകുലം ഗോപാലിനെ ഇ ഡി പിടിച്ചുകൊണ്ട് പോയി. വടകരയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഗോകുലം ഗോപാലിനെ അറസ്റ്റ് ചെയ്താണ് ചെന്നൈയിൽ എത്തിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് ഗോകുലം ഗോപാലിനെ വെളുപ്പിച്ചു, അദ്ദേഹം വിനീത വിധേയനായി ചെന്നു എന്നുള്ളതാണ്. ഇതാണ് ജനാധിപത്യം എന്നൊക്കെയാണ് മാധ്യമങ്ങൾ വെച്ച് തള്ളുന്നത്. അതൊക്കെ വേറെ ഒരു ഡിപ്പാർട്ട്മെന്റ്, നമുക്ക് അതിലോട്ടൊന്നും കടക്കണ്ട. യഥാർത്ഥത്തിൽ ഗോകുലം ഗോപാലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചത് എന്തിനാണ്? എമ്പുരാൻ എന്ന് പറയുന്ന നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന സിനിമ ഗോകുലം ഗോപാലിനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടാണ് ഗോകുലം ഗോപാലിനെ പിടിച്ചുകൊണ്ട് പോയത് എന്നാണ് ഇവര് പുറത്ത് പറയുന്ന നെറേറ്റീവ്. യഥാർത്ഥത്തിൽ എമ്പുരാൻ കൊണ്ട് ഗോകുലം ഗോപാലിന് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇതുവരെ കിട്ടാത്ത ഹൈപ്പ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ആ സിനിമ എടുത്തതെന്ന് ഗോകുലം ഗോപാലൻ തന്നെ പല സ്ഥലങ്ങളിലും പറയാതെ പറഞ്ഞിട്ടുണ്ട്. അത് ഗോകുലം ഗോപാലിന്റെ ചിട്ടി ഫണ്ട് ഒരു നാഷണൽ ലെവലിൽ അതിനൊരു ഒരു വലിയ രീതിയിലുള്ള ഒരു ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. നാഷണൽ ലെവലിൽ അത് അറിയപ്പെട്ടിട്ടുണ്ട്, ഈ ഗോകുലം ഗോപാലന്റെ ചിട്ടി ഫണ്ട്, ഗോകുലം ചിറ്റ് ഫണ്ട്സ് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം കൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഗോകുലം ഗോപാലന് നേരെ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുമ്പോഴും എമ്പുരാൻ എടുത്തതാണ് സത്യം പറഞ്ഞാൽ ഗോകുലം ഗോപാലനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എമ്പുരാൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഗോകുലം ഗോപാലന്റെ ഈ ചിട്ടി ഫണ്ടിൽ റെയ്ഡ് നടക്കുന്നതും ഗോകുലം ഗോപാലിനെ പിടിച്ചുകൊണ്ട് പോകുന്നതെന്നും മാധ്യമങ്ങൾ വാർത്തയാക്കില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഗോകുലം ഗോപാലിന് ഒരു രക്തസാക്ഷി പരിവേഷം ഇപ്പൊ കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഒരു രക്തസാക്ഷി പരിവേഷമാണ് ഗോകുലം ഗോപാലിന് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ ഗോകുലത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കുമോ ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു നടപടിയാണ്, അദ്ദേഹം ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, അങ്ങനെ വിചാരിച്ച് അവർ ആശ്വസിച്ചിരിക്കും. ഇല്ലെങ്കിൽ ഗോകുലം ഗോപാലിനെ പിടിക്കുമ്പോൾ ഇപ്പൊ ചിട്ടി ഫണ്ടിന്റെ ഫ്രണ്ടിലൊക്കെ ആൾക്കാരുടെ വലിയ രീതിയിലുള്ള ക്യൂ ഒക്കെ നമുക്ക് കാണേണ്ടി വന്നേനെ. അതങ്ങനെയാണല്ലോ, സ്വാഭാവികമായിട്ടും ഒരു ഓഫീസ് റെയ്ഡ് കിടക്കുമ്പോൾ അവിടെ നിക്ഷേപിച്ചിരിക്കുന്ന ആൾക്കാർ ഭയപ്പെടും, അത് സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ്. എന്തായാലും എന്താണ് ഗോകുലം ഗോപാലിനെ പിടിക്കാനുള്ള കാരണം? യഥാർത്ഥത്തിൽ ഫെമ ചട്ടലംഘനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഫെമ ചട്ടലംഘനം ഗോകുലം ഗോപാലൻ നടത്തിയിട്ടുണ്ട്. ഈ കേസ് ഇന്നും ഇന്നലെയും തുടങ്ങുന്നതല്ലേ? യഥാർത്ഥത്തിൽ 2017 ഇത് തുടങ്ങുന്നതെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഈ 2017 ഗോകുലം ചിറ്റ്സിൽ വലിയൊരു റെയ്ഡ് നടന്നു. നോട്ട് നിരോധനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ റെയ്ഡ് നടന്നത്. നോട്ട് നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ റെയ്ഡ് നടന്നപ്പോൾ 1000 കോടി രൂപയാണ് കറൻസി ആയിട്ട് അവിടെ നിന്ന് കണ്ടെടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മലയാള മാധ്യമങ്ങളൊന്നും കൊടുത്തിട്ടില്ല, മലയാള മാധ്യമങ്ങളിൽ തപ്പിയ ഇത് കിട്ടത്തുമില്ല. ഇത് നാഷണൽ മീഡിയാസ് എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2017 ഈ സംഭവം നടക്കുന്നത്. 2022 ഗോകുലത്തിൽ റെയ്ഡ് നടന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ റെയ്ഡ് നടന്നിട്ടുണ്ട്. അപ്പോഴും ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട ഒരുപാട് ചട്ടലംഘനങ്ങൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോ റെയ്ഡ് നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം മഞ്ഞുമൽ ബോയ്സുമായിട്ട് ബന്ധപ്പെട്ട്, മഞ്ഞുമൽ ബോയ്സ് ഗോകുലം ഗോപാലിനാണ് ചെയ്തിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടിയാണ് എന്നാണ് മനസ്സിലാകുന്നത്. പ്രധാനമായും ഈ ഗോകുലം അത് ഏറ്റെടുത്ത് തമിഴ്നാട്ടിലെ കുറെ തിയേറ്റർ, ഈ തമിഴ്നാട്ടിലെ തിയേറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. തമിഴ്നാട്ടിൽ ഈ ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ആപ്പൊക്കെ ഉണ്ട്, അതുവഴിയൊക്കെ ബുക്ക് ചെയ്ത് വരുന്നതാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കണക്കുണ്ടായിരിക്കും. പക്ഷേ ഈ ബി ക്ലാസും സി ക്ലാസും തിയേറ്റർ ഒക്കെ ഉണ്ട്. ഇപ്പോഴും ഈ ഫാനിന്റെ മൂട്ടിൽ നിന്ന് തറയിൽ നിന്ന് കാണുന്ന തടി ബെഞ്ചിലൊക്കെ ഇരുന്ന് കാണുന്ന തിയേറ്റർ ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ പോയി ടിക്കറ്റ് എടുത്ത് തന്നെ കാണണം. അപ്പൊ അവിടെ എത്ര ആൾക്കാർ എങ്ങനെ ടിക്കറ്റ് എടുത്തു എന്നുള്ളത് തിയേറ്റർ ഉടമകൾ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവും ഇത്ര ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാശ് ഗോകുലം ഗോപാലിന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്നും അങ്ങനെ വന്ന കാശുകളിൽ ക്രമവിരുദ്ധമായിട്ട് എന്തോ നടന്നിട്ടുണ്ട്, അങ്ങനെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. 1000 കോടിയുടെ തിരിമറി ഒരു സ്ഥലത്ത് നിൽക്കുന്നു, ഇതൊരു സ്ഥലത്ത് നിൽക്കുന്നു. ഇനി അതല്ലാതെ റിപ്പോർട്ടർ ചാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ആരോപണങ്ങളാണ് ഗോകുലം ഗോപാലിനുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ മറൈൻ ഡ്രൈവിന്റെ അടുത്ത് ഗോകുലം ഗോപാലിനും റിപ്പോർട്ടർ ചാനലിലെ ഈ കളങ്കിത മുതലാളിമാരൊക്കെ ചേർന്ന് ഒരുപാട് 13 ഏക്കറിന്റെ ഒരു സ്ഥലം മേടിച്ചിട്ടുണ്ട് മറൈൻ ഡ്രൈവിന്റെ അടുത്ത്. അത് NRI പണമാണ്, അതായത് NRIയുടെ കയ്യിൽ നിന്നാണ് അത് മേടിച്ചിരിക്കുന്നത്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു അറിവ് കിട്ടി. അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നെ കൊച്ചിയിൽ തന്നെ, കൊച്ചിയിലാണോ എറണാകുളത്താണോ നോക്കണം, ഹോളിഡേ ഇൻ അങ്ങനെ ഒരു 5 സ്റ്റാർ ഹോട്ടലുമായി ബന്ധപ്പെട്ട്, അതും ഈ റിപ്പോർട്ടർ ചാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുതലാളിമാരുമായിട്ടുള്ള ഒരു ഇടപാടാണ് ഗോകുലം ഗോപാലിനുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രൊസീജിയർ നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഗോകുലം ഗോപാലിനെ ഇപ്പൊ പിടിക്കാനായിട്ടുള്ള കാരണം. അപ്പൊ ഇത്രയും തിരിമറി ഒരു സ്ഥലത്ത് നിൽക്കുന്നു, ഒരു ചാനലിനകത്ത് വലിയ രീതിയിലുള്ള പ്രതിസ്ഥാനത്ത് വരുന്നു എന്ന് ആരോപിക്കപ്പെടുന്നു. അപ്പൊ ആ സമയത്ത് യഥാർത്ഥത്തിൽ ഗോകുലം ഗോപാലിനെ രക്ഷിച്ചത് ആ പാവ എമ്പുരാനല്ലേ? ഈ എമ്പുരാൻ എടുത്തത് കൊണ്ടാണല്ലോ ഇപ്പൊ ചാനലുകളായ ചാനലുകളൊന്നും ഗോകുലം ഗോപാലിന്റെ ഈ തിരിമറി ഒന്നും മിണ്ടാതെ ഇത് എമ്പുരാൻ കാരണം മാത്രമാണ് എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഗോകുലവുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ ഇപ്പൊ ഇതൊക്കെ ചകഞ്ഞു പോകത്തില്ലായിരുന്നോ? സത്യം പറഞ്ഞാൽ ഗോപാലിനെ രക്ഷിച്ചത് എമ്പുരാനല്ലേ? അങ്ങനെ നമുക്ക് പറയേണ്ടി വരില്ല ഇപ്പൊ. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും ശക്തമായ നിയമമുള്ള ലോകത്തിലെ ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മതസംഘടനകൾ, ജാതി സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവർ, കള്ളന്മാര്, കൊള്ളക്കാരൊക്കെ അഴിഞ്ഞാടുകയായിരുന്നു കഴിഞ്ഞ 70 വർഷം.
ഞാൻ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു കുഞ്ഞ്, ഒരു മോൻ, അവൻ ജനിച്ച് വീഴുമ്പോ തൊട്ട് അവന്റെ എല്ലാ താന്തോന്നിത്തരത്തിനും കൂട്ടു നിൽക്കുന്ന രക്ഷകർത്താവാണ്. ആ കുട്ടി വളർന്നു വലുതായി നാടിനും നാട്ടുകാർക്കും ശല്യമായി മാറിക്കഴിയുമ്പോൾ ഈ രക്ഷകർത്താക്കൾ അവനെ കൺട്രോൾ ചെയ്താൽ അവൻ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് അവനെ വഴക്ക് പറയുകയോ അവനെ തടയുകയോ രക്ഷകർത്താക്കൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടി പറയും അത് ശരിയാകത്തില്ലത്, അതിനെ അവൻ എതിർക്കും. അതാണ് ഇപ്പം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ മതപരിവർത്തനം, അതിന്റെ ലോബികൾ ഒരു സൈഡിൽ, ഇതൊക്കെ തടയാനുള്ള നിയമം ഈ രാജ്യത്തുണ്ട്. ഇഷ്ടം പോലെ കൊള്ളക്കാർ കഴിഞ്ഞിടാനുള്ള അത് തടയാനുള്ള രാജ്യം എന്തിന്? നേരെ ചൊവ്വേ വണ്ടി ഓടിച്ചില്ലെങ്കിൽ പോലും പിടിക്കാനുള്ള ഭയങ്കര ശക്തമായ നിയമം ഈ രാജ്യത്തുണ്ട്. അങ്ങനെ എല്ലാത്തിനും നിയമമുണ്ട്. നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ നിയമം നടപ്പാക്കി തുടങ്ങി. അതുവരെ ഈ രാജ്യത്ത് നിയമം നടപ്പാക്കില്ല. മതസംഘടനകളും ജാതീയ സംഘടനകളും ഒക്കെ ചെയ്യും മതേതരത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിനെ വെള്ളപൂശി കൊണ്ടുപോകും. എല്ലാത്തിനും വെള്ളപൂശിയായിരുന്നു, അഴിഞ്ഞാട്ടമായിരുന്നു. ഇവിടെ റോഡിൽ കിടന്നുകൊണ്ട് ലൈംഗികത വേണമെന്ന് പറഞ്ഞ നാടാണ് ഈ കേരളം. അതിന് സമ്മേളനം നടത്തുന്ന പരിപാടിയാണ്. ഇവിടുത്തെ ആര് കുത്തിച്ചെറിയുന്നുണ്ട്, യോനി സമരം നടത്തുന്നുണ്ട്, പല സമരങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഈ അർബൻ നക്സലുകൾ വിരിഞ്ഞാടിയ ഈ മണ്ണിൽ ഈ രാജ്യത്തിന് ഒരു നിയമമുണ്ട് എന്ന് പറഞ്ഞത് ഈ സർക്കാരാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ശ്രീ അമിത്ഷായുടെ ഒരു പ്രസ്താവനയുണ്ട്, അതെല്ലാവരും കേൾക്കേണ്ടതാണ്. പ്രത്യേകിച്ച് എല്ലാ വ്യക്തികളും, ഈ സർക്കാരിനെ കുറ്റപ്പെടുന്ന എല്ലാ വ്യക്തികളും ഇത് കൃത്യമായി കേൾക്കുകയും നോട്ട് ചെയ്യപ്പെടേണ്ടതുമായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഈ വഖഫ് ബോർഡിന്റെ ഈ ഭേദഗതി ബില്ലുമായി സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് പറഞ്ഞൊരു കാര്യം, ഇത് ഇവിടുത്തെ ന്യൂനപക്ഷം അംഗീകരിക്കില്ല ഈ പുതിയ ബില്ലെന്ന്. അമിത്ഷാ എഴുന്നേറ്റിട്ട് പറഞ്ഞേ, ഇത് ഈ രാജ്യത്തിന്റെ നിയമമാണ്, ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. അവിടെ ഭൂരിപക്ഷം ന്യൂനപക്ഷം ഒന്നുമില്ല, എല്ലാവരും അനുസരിച്ചേ പറ്റൂ, അനുസരിച്ചേ മതിയാകൂ, കാരണം ഇത് ഭാരതത്തിന്റെ നിയമമാണെന്നാണ് പറഞ്ഞത്. അതാണ് അതിന്റെ മറുപടി. ഈ രാജ്യത്തിന് ഒരു നിയമം ഉണ്ടെന്നേ, അതൊക്കെ തോന്നിയ കണക്ക് വയലേറ്റ് ചെയ്യാവുന്നതല്ല. ആ നിയമം അനുസരിച്ചിട്ടാണല്ലേ ബഹുഭൂരിപക്ഷം ഇവിടെ ജീവിക്കുന്നത്. അപ്പൊ കുറച്ചു പേർക്ക് മാത്രം എന്താ എല്ലിന്റെ ഇടയിൽ കുത്തുന്നുണ്ടോ? വേറെ എവിടെ പോയി പരിപാടി? ദുബൈയിൽ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒരുപാട് പാവപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് ആളുകളൊന്നും ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ഈ മതപരിവർത്തനം നടക്കുന്നതായിട്ട് ധനുഷ് കേട്ടിട്ടുണ്ടോ? ചെയ്യില്ല, തല കാണില്ല. അവിടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഇറങ്ങത്തുള്ളൂ മതപരിവർത്തനവുമായിട്ട്. എന്താണ് അവിടെ പോയി മതപരിവർത്തനം ചെയ്യാത്ത? അഫ്ഗാനിസ്ഥാനിൽ ദരിദ്രരില്ലേ? എന്താണ് അവിടെ പോയിട്ട് ഇത് ചെയ്യാത്ത? അവിടെ ഈ ഇസ്ലാം മതത്തിന്റെ ജാതിയുമായി ഉച്ചനീതിത്വം നേരിടുന്നവരില്ലേ? ഇറാഖിലില്ലേ? അഫ്ഗാൻ എന്താണ് അവിടൊക്കെ പോയി ചെയ്യാത്തത്? അപ്പൊ ചെയ്യാ. എന്നാൽ പിന്നെ ഇന്ത്യ ആകുമ്പോഴത്തേനും ഈ എന്താണ് ഫ്രീഡം ഫോർ സ്പീച്ച്, പിന്നെ മതേതരത്വം, ഇങ്ങനെയൊക്കെയുള്ളത് ഞങ്ങൾക്ക് എന്തോ പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട്. ഞങ്ങൾക്കൊന്നുമില്ല. ഈ രാജ്യത്തെ എല്ലാ പൗരനും ഒരു നിയമമേ ഉള്ളൂ. ആ നിയമം അനുസരിച്ച് തന്നെ മുൻപോട്ട് പോകണം. ഇല്ലെങ്കിൽ അത് നിയമത്തിന്റെ അത് വഴി പോകും. അതിനെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ഇവരൊക്കെ ഈ ചെയ്യുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഈ രണ്ട് സ്വാതന്ത്ര്യവും എടുത്ത് മുന്നിലിട്ടുകൊണ്ട് ആർട്ടിക്കിൾ 19A ഒക്കെ എടുത്ത് മുന്നിലിട്ടുകൊണ്ട് മറ്റുള്ളവന്റെ മെക്കിട്ട് കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാനൊക്കെ ജേർണലിസം പഠിക്കാൻ പോയപ്പോൾ എന്നോട് പഠിപ്പിച്ചിരുന്ന സാറുമാർ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാൻ ചേട്ടാ, നിങ്ങളുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു മറ്റൊരാളുടെ സ്വാതന്ത്ര്യം തുടങ്ങുന്നതിന്റെ മുമ്പിൽ. അതായത് എന്റെ ഈ കൈയുടെ സ്വാതന്ത്ര്യം ബിജുചേട്ടന്റെ മൂക്കിന്റെ തുമ്പത്ത് പോലും ഇല്ല, അതിന് കുറച്ച് ഇപ്പുറം വരെ ഉള്ളൂ, അങ്ങോട്ടേക്ക് എനിക്ക് പിന്നെ സ്വാതന്ത്ര്യം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ഈ എങ്ങനെയാണ് ഇത് അനുശാസിക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. രാജ്യത്തിന്റെ തെറി പറയാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും നിങ്ങൾക്കില്ല. രാജ്യത്തിന്റെ ഭരണഘടനാ സംവിധാനങ്ങളെ തെറി പറയാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഇല്ല. അങ്ങനെ ഒന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ 60 കൊല്ലമായിട്ട് ഭരിച്ചു വന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, ആ സംവിധാനം യഥാർത്ഥത്തിൽ ഇതിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരുടെയൊക്കെ മനസ്സിൽ ഇത് ഓവറായിട്ട് അവര് ഇതിനെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. അതാണ് ഞാനൊരു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞതാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ കുട്ടിക്കാലം മുതൽ താന്തോന്നിയും തെമ്മാടിയും ഒക്കെ ആയിട്ടാണ് വളർത്തുന്നതെങ്കിൽ അവനെ വലിയ പ്രായത്തിൽ, അവന്റെ 25-ാമത്തെ വയസ്സിൽ അവനെ നിയന്ത്രിക്കാൻ പോയാൽ നടക്കത്തില്ല. അവന് വലിയതായിട്ട് ഫ്രസ്ട്രേഷൻ ഉണ്ടാകും, അവൻ വലിയ പ്രശ്നകാരിയായിട്ട് മാറും. അതാണ് ഇപ്പൊ നടക്കുന്നത്. കുറെ പേർക്ക് അതാണ് പ്രശ്നം. ഈ രാജ്യത്തിന്റെ പ്രശ്നം അത് തന്നെയാണ്. അപ്പം ഈ നിയമങ്ങളൊന്നും പറ്റില്ല. സ്വാതന്ത്ര്യം എന്ന് ഇവര് പറയുന്നത് എന്താണ്? ഈ കാണിക്കുന്ന തോന്നിവാസത്തിനാണോ സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യത്തിന് പരിധിയുണ്ട്, പരിധി ഇല്ല എന്നല്ല. സ്വാതന്ത്ര്യത്തിന് കൃത്യമായ ഒരു രാജ്യത്ത് പരിധിയുണ്ട്. ഇവർക്ക് ഇതൊന്നും അറിയാൻ പാടില്ല. ഇവർ ഗൾഫിൽ പോയാൽ ഇതൊക്കെ കാണിക്കില്ലല്ലോ. മര്യാദക്കല്ലേ അവിടെ ജീവിക്കുന്നത്. യൂറോപ്യൻ കൺട്രീസിൽ പോയാൽ ഇവർ മര്യാദക്കല്ലേ ജീവിക്കുന്നത്. ആഫ്രിക്കൻ കൺട്രീസിൽ പോയാൽ മര്യാദക്കല്ലേ ജീവിക്കുന്നത്. അപ്പൊ അവിടൊക്കെ ഇവർക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ അറിയാം. അപ്പൊ ഇവിടെ എന്തും നടക്കാം. അത് ആ ഒരു ധാരണ തെറ്റാണ്. അത് മാറേണ്ട സമയമായിരിക്കുന്നു. ഇല്ലെങ്കിൽ അത് മാറ്റുമെന്ന് തന്നെയാണ് അമിത്ഷാ കൃത്യമായിട്ട് പറഞ്ഞത്. അത് ഇവിടെ ഒരു നിയമം ഉണ്ടെങ്കിൽ അത് ഹിന്ദുവും മുസ്ലിമാനും എല്ലാവർക്കും ഉള്ള ഒരു നിയമമാണ്. അല്ലാതെ ഞങ്ങൾ അംഗീകരിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കേസല്ല എന്നാണ് നടക്കുക. ഇനിയിപ്പോ അവർ പറഞ്ഞാലും നിയമത്തിന്റെ വഴിക്ക് തന്നെ ഇപ്പൊ നീങ്ങുന്നുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ഈ BJP അധികാരത്തിൽ ഇല്ലാത്തപ്പോഴും ഈ BJPയും RSSും ഒക്കെ ഇത്തരം ഈ നിയമ ലംഘനങ്ങൾക്കെതിരെ പോരാടിയ പ്രസ്ഥാനങ്ങൾ. അതാണ് ആ സംവിധാനത്തോട് നമുക്കൊരു ഇഷ്ടം താല്പര്യം തോന്നാൻ കാരണം.
ഇതൊന്നുമില്ല. ലോക്സഭയിൽ കേവലം 2 എം പിമാർ പോലും ഇല്ലാതിരുന്നപ്പോഴും 2 എം പിമാരുള്ളപ്പോൾ പോലും അവർ ഇത് കണക്കെയുള്ള ഈ പറയുന്ന മതപരിവർത്തന ലോബികൾക്കെതിരായിട്ടായാലും ഇല്ല എന്നുണ്ടെങ്കിൽ അഴിമതിക്കാർക്കെതിരായിട്ടായാലും ഇതൊക്കെ അവർ നിലപാടെടുത്തിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകണം. പക്ഷെ അപ്പോഴൊക്കെ എന്ത് പറ്റും? മതേതരത്വത്തിന്റെ ഒരു മൂടുപടം എടുത്തു കൊടുത്തിട്ട് മാറ്റി നിർത്തും. ഇതത് നടക്കില്ല എന്നാണ് പറഞ്ഞത്. ഈ വഖഫ് ബോർഡിന്റെ ബില്ലിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ വന്നാൽ, ഈ ഗോകുലം ഗോപാലിന്റെ കേസ് ധനുഷ് തന്നെ പറഞ്ഞു 2017 തുടങ്ങിയ ഒരു കേസാണ്. ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്നത് 450 കോടിയുടെ ഒരു ഇടപാട് നടന്നിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ ഒരാഴ്ചക്കുള്ളിൽ വ്യക്തമാകും ഇ ഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട കേസല്ല അത്. ഇതിനകത്ത് സംഭവിച്ചത് എന്താ വെച്ചാൽ ഫെമ ചട്ടലംഘനമാണ്. ഒരു സാധാരണ ഒരു യൂട്യൂബ് നടത്തുന്ന ഒരു ലോക്കൽ യൂട്യൂബർക്ക് പോലും ഫെമ എന്താന്ന് കൃത്യമായിട്ട് അറിയാം. അതായത് വിദേശത്ത് നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പണത്തിന് കൃത്യമായി ഫെമ ഡിക്ലറേഷൻ ഫോം ബാങ്കിൽ കൊടുത്താൽ മാത്രമേ ആ പണം നമുക്ക് മാറിക്കിട്ടൂ. അത് ഡോളറായാലും ദീർഘമായാലും എന്ത് കുന്തമായാലും അതാണ് ഫെമ. അപ്പൊ സ്വാഭാവികമായി ഇതിനകത്ത് എങ്ങനെയാണ് ഫെമ ലംഘനം നടന്നിട്ടുള്ളത്? സ്വാഭാവികമായി ഒരു ചിട്ടി കമ്പനിയാണ്. ഫെമ ലംഘനം നടക്കാൻ സാധ്യതകൾ കൂടുതലാണ്. കാരണം ഈ ഗൾഫിൽ നിന്നും മറ്റുമൊക്കെ ചിട്ടിക്ക് പണം ഇറക്കുന്നവരുണ്ട്. 2000-ന്റെ ചിട്ടിയോ 10,000-ന്റെ ചിട്ടിയോ ഒക്കെ അവർ ചിലപ്പോൾ അയച്ചു കൊടുക്കുന്ന പണം. പക്ഷേ ഇതൊരു ചിട്ടി കമ്പനിയാണ്, രജിസ്റ്റേർഡ് കമ്പനിയാണ്. അപ്പൊ സ്വാഭാവികമായി ഫെമ നിയമത്തിൽ കൂടെ തന്നെ വേണം ഈ പണം സ്വീകരിക്കാൻ. അങ്ങനെ വേണമെങ്കിൽ ഇവർക്ക് പറയാം ഇത് ചിട്ടിക്ക് വന്ന പൈസയാണെന്ന് പറയാം. പക്ഷെ ചിട്ടിക്കും അയക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അത് കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് കേസ് മറ്റേതെങ്കിലും രീതിയിലേക്ക് പോകും. ഇപ്പൊ ഫെമ ചട്ടലംഘനത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. അത് തന്നെ 450 കോടിയുടെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മറ്റൊന്ന്, നേരത്തെ ധനുഷ് പറഞ്ഞ കണക്ക് ഈ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, അത് അതിലും വലിയൊരു വെട്ടിപ്പ് നടക്കുന്നുണ്ട് ഇവിടെ, ഈ ഇന്ത്യ നടക്കുന്നുണ്ട്. അതായത് ടിക്കറ്റുകള് ഈ ഓൺലൈൻ ആപ്പ് വഴി, ഈ പറയുന്ന ആപ്പുകൾ, ഒരുപാട് ആപ്പുകളുണ്ട് ഇന്ത്യയിൽ ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. ഈ ആപ്പുകൾ വഴി ഒറ്റയടിക്ക് ടിക്കറ്റ് തിയേറ്ററിന്റെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ കണക്കുകൾ കാണിച്ചിട്ട് കള്ളപ്പണം വെളുപ്പിക്കുന്നു. അതായത് സിനിമാ തിയേറ്ററിൽ ആൾ കയറുന്നില്ല, ടിക്കറ്റ് ആരും എടുക്കുന്നുമില്ല, പക്ഷെ കണക്ക് കാണിക്കുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കണക്ക് കാണിക്കുകയും ആ ബ്ലാക്ക് വൈറ്റ് ആക്കി മാറ്റുകയും ചെയ്യുന്നൊരു വലിയ രീതിയുണ്ട്. അവിടെയാണ് ഇതിനകത്ത് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. അവിടെയൊക്കെ നമുക്ക് ഈ എമ്പുരാനൊക്കെ 5 ദിവസം കൊണ്ട് 200 കോടി രൂപയാണ് കളക്ട് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിലുള്ള ചില സംശയങ്ങളും കാര്യങ്ങളും മനുഷ്യന് വൈകിട്ട് സ്വാഭാവികമാണ്. അപ്പൊ എന്ത് തെമ്മാടിത്തരവും കാണിക്കാം. ഞങ്ങൾ മോദിയെ കുറ്റം പറഞ്ഞുകൊണ്ടാണെന്ന് പറയുന്നത് ഒരു ബാലിശ്യമായ ആരോപണം മാത്രമാണ്. അതായത് ആരൊക്കെയാണ് മോദിയെ കുറ്റം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2014 നരേന്ദ്രമോദി അധികാരത്തിലേറിയപ്പോൾ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ ചായ കുടിച്ചും വിരാജിച്ചും കഴിഞ്ഞ കുറെ മാധ്യമ പ്രവർത്തകർ അവിടെ നിന്ന് ഇറക്കി വിട്ടു പുള്ളി. പിന്നെ ഈ പ്രധാനമന്ത്രിയും മറ്റുമൊക്കെ വിദേശ ടൂറിന് പോകുമ്പോൾ 44 മാധ്യമ സംഘങ്ങളായിരുന്നു അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നത്. അത് ആരുടെ ചെലവിലായിരുന്നു പോയിരുന്നത്? നമ്മുടെ ഇന്ത്യൻ പൗരന്മാരുടെ നികുതി കൊടുക്കുന്ന പണത്തിലാണ് ഇവനൊക്കെ അമേരിക്കയിലെ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരുന്നത്. ചായ കുടി, കള്ളുകുടി, അവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ കിടന്നുകൊണ്ടിരുന്നത്. നരേന്ദ്രമോദി കയറിയപ്പോൾ പറഞ്ഞു ഒരു മാധ്യമ പടയം വരണ്ട. ദൂരദർശന്റെ ടീമിനാണ് അദ്ദേഹം അന്ന് കൂടെ കൊണ്ടുപോയി. ഇപ്പൊ ANI കൊണ്ടുപോകുന്നുണ്ട്. ഒരു ടീം മതി, അവര് തരും വിഷൽ, നിങ്ങൾ വേണേ കൊടുക്കണ്ട. അതിനുശേഷം ആണ് മോദി അമേരിക്കയിൽ പോയപ്പോ നമ്മുടെ സർദാർ ഷാവയൊക്കെ അവിടെ പോയി അടിമേടിച്ച് ഓർമ്മയുണ്ടോ ധനുഷ്? മോദിയുടെ പരിപാടിക്ക് പോയിട്ട്. അപ്പം സ്വന്തം ചെലവിൽ പോകാൻ പറഞ്ഞപ്പോ ഇപ്പൊ ആർക്കും അമേരിക്കയിൽ പോയി റിപ്പോർട്ട് ചെയ്യണ്ട. ഇപ്പോഴെന്തേ ആരും അമേരിക്കയിൽ പോയി റിപ്പോർട്ട് ചെയ്യാത്ത? സ്വന്തം പൈസ മുടക്കി പോകണം, റിപ്പോർട്ട് ചെയ്യാൻ അവകാശമുണ്ട്. സർക്കാർ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഈ മാധ്യമങ്ങൾക്ക് മോദിയോടുള്ള ആദ്യ കലിപ്പ് തുടങ്ങിയത്. രണ്ടാമത് കള്ളപ്പണക്കാരും കള്ളന്മാർക്കും കൊള്ളക്കാർക്കും നിയമം കർശനമായി കഴിഞ്ഞപ്പോഴാണ് മോദിയോടുള്ള കലിപ്പ് തുടങ്ങിയത്. ഏറ്റവും കൂടുതൽ ഈ നോട്ട് നിരോധനച്ചതിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉണ്ടാക്കുന്ന ആരാ? കൂടുതൽ പൈസ കൈ വെച്ചുകൊണ്ടിരുന്നവനാണ്, അല്ലെ? നേരായ മാർഗത്തിൽ ഉള്ളവനല്ല. നേരായ മാർഗത്തിലുള്ളവനാണെങ്കിൽ അവർ ബാങ്കിൽ കൊണ്ടിട്ട് ആ പൈസ മാറാമായിരുന്നു. അത് മാറാൻ കഴിയാത്തവനാണ് പലയിടത്തും കട്ടിനടിയിൽ ആ പൈസ കയറ്റി വെച്ചുകൊണ്ട് മോദിക്കെതിരെ തെരുവിളിക്കുകയും രാഹുൽ ഗാന്ധി വന്നാൽ ഈ പൈസ മാറ്റി കിട്ടുമെന്നും അവർ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഈ രാജ്യത്തിന്റെ ഒരു പ്രധാന പ്രശ്നം. നിയമം ഈ രാജ്യത്തുണ്ട്, അത് അനുസരിക്കാതെ 10-70 കൊല്ലം, ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 10-70 അല്ല 10-60 കൊല്ലം കൃത്യമായി പറഞ്ഞ് അഴിഞ്ഞാടി എല്ലാ തോന്നിവാസവും കാണും. ഇപ്പൊ അത് ചോദ്യം ചെയ്യാൻ ഒരു അധികാരികൾ വന്നപ്പോൾ നമ്മുടെ ഈ നിയമം നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കൊക്കെ അത് ബുദ്ധിമുട്ടായി തുടങ്ങി. അവർ പറയുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്. അതുപോലെ തന്നെ എന്താണ് ഫാസിസം വന്നു. ഇതാണ് ഫാസിസം എങ്കിൽ ഈ ഫാസിസത്തെ ഞാൻ അനുകൂലിക്കുന്നുണ്ട്, ഞാൻ പിന്തുണയ്ക്കുന്നുണ്ട്. ഇത് വേണം. ഒരു രാജ്യത്തിന് അച്ചടക്കം വേണ്ടേ? നിയമം അനുസരിക്കണം, നിയമം വേണ്ടേ? നിയമമൊന്നും ഇല്ലാതെ എന്തിനാണ് പിന്നെ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? കോടതി എന്തിനാണ്? പോലീസ് എന്തിനാണ്? അതിനെല്ലാം വയലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് നമ്മുടെ റോഡ് നിന്റെ അച്ഛന്റെ ആണെന്ന് വെച്ചാൽ എന്റെ അച്ഛന്റെ അല്ല, നിങ്ങളുടെ അച്ഛന്റെ അല്ല, നമ്മുടെ എല്ലാവരുടെയും അച്ഛന്റെ അപ്പൂപ്പന്റെയും കൂടെ ചേർന്നതാണ് ഈ രാജ്യവും ഈ രാജ്യത്തെ വസ്തുവകകളും എല്ലാം. അപ്പം നിങ്ങൾ ചെയ്യുന്ന പൊക്കത്തരം ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. കാരണം എന്റെയും കൂടിയാണ്. ഇവിടെ ഒരു സിനിമയിൽ ഒരു താരം ചോദിച്ചു കണക്ക് ഇന്ത്യ നിങ്ങളുടെ തന്തയുടെ വകയല്ല എന്ന് വെച്ചാൽ നിന്റെ തന്തയുടെയും അല്ല, പക്ഷെ നമ്മുടെ രണ്ടുപേരുടെയും തന്തയുടെ ആണ് എന്നുകൂടി താൻ മനസ്സിലാക്കണം. നമ്മുടെ അച്ഛന്റെ അപ്പൂപ്പന്റെ ഒക്കെ ആണ് ഈ രാജ്യം. അതുകൊണ്ട് തന്നെ ഇത് സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിലാണ്. ആ കുടുംബം നശിപ്പിക്കാനായിട്ട് നമ്മുടെ ഒരു സഹോദരൻ ഇറങ്ങി പുറപ്പെട്ടാൽ മറ്റു സഹോദരൻ അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും, ഇല്ലേ? അത് തന്നെയാണ് ഈ രാജ്യത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്.
അല്ലാതെ ഇതിനെ കിടന്ന് തുള്ളിയിട്ടും അല്ലെങ്കിൽ നരേന്ദ്രമോദി എമ്പുരാൻ സിനിമയായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഈ കേസ് പഴയതാണ്. ഇനി നടൻ പൃഥ്വിരാജിന് ഒരു നോട്ടീസ് IT വകുപ്പ് അയച്ചിട്ടുണ്ട്. മാർച്ച് 29-നാണ് അത് അയച്ചിരിക്കുന്നത്. എന്താണ് അതിൽ പറയുന്ന കാര്യം? അതിൽ പറയുന്ന കാര്യം കടുവ, ജനഗണമന, ഗോൾഡ് എന്ന് പറയുന്ന സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിരുന്നു. ഇദ്ദേഹം അതിനകത്ത് സഹനിർമ്മാതാവായിരുന്നു. 40 കോടി രൂപ കൈപ്പറ്റി. ഇവിടെ അതിനകത്ത് ഒരു വലിയ രഹസ്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് അതിൽ തെറ്റെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നു അല്ലെ? ഈ നടൻ എന്ന നിലയിൽ നമ്മുടെ സാലറി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ വരുമാനം വാങ്ങുമ്പോൾ അതിന് ആദായ നികുതി അടയ്ക്കുന്നത് കൂടുതലാണ്. നേരെ മറിച്ച് സഹനിർമ്മാതാവ് എന്ന നിലയിൽ വരുമ്പോൾ ഈ ആദായ നികുതിയുടെ തോത് കുറയും. കൃത്യമായി പറഞ്ഞ ടാക്സ് വെട്ടിപ്പിന്റെ ഒരു ഭാഗമാണത്. അതാണ് പച്ച മലയാളം. എത്രയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് പറഞ്ഞാലും പച്ച മലയാളം അതാണ്. ഇപ്പോൾ പച്ച മലയാളമാണ് ടാക്സ് വെട്ടിപ്പ്. ഇത് പിന്നെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഈ സഹനിർമ്മാതാക്കളായിട്ട് വരുന്ന പല നടന്മാരും ഇത് പണി തന്നെയാണ് ചെയ്യുന്നത്. അതായത് താൻ നടനല്ല, നടൻ എന്ന് പറയുമ്പോൾ അതാണെങ്കിൽ കൂടുതൽ കൊടുക്കണം, ഇതാകുമ്പോൾ അത് വേണ്ട, ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്, കുറച്ച് മാത്രം കാണിക്കുന്നുള്ളൂ. ഇല്ല ഞാൻ ഇത് കൈപ്പറ്റുന്നില്ല പണം, നടൻ നില ഞാൻ പണം കൈപ്പറ്റുന്നില്ല. നിർമ്മാതാവ് എന്ന് പറയുമ്പോൾ കമ്പനിയിലേക്ക് പോകും, പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക്. സഹനിർമ്മാതാവെന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ നടനെന്ന രീതിയിൽ പണം കൈപ്പറ്റിയ പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല. നിർമ്മാതാവാണെങ്കിൽ എനിക്ക് ചെലവുണ്ടെന്ന് കാണിച്ച് അതിൽ നിന്ന് അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞു ടാക്സ് വെട്ടിപ്പെന്ന് അതിന് പറയുന്നത്. നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് പറയുന്നത് അങ്ങനല്ല. ഡെക്കറേറ്റ് ചെയ്ത് നമ്മൾ ഉടനെ പറയും എമ്പുരാൻ എഫക്റ്റിലാണ്. എമ്പുരാൻ എഫക്റ്റ് അല്ല, ഈ സിനിമ എനിക്ക് തോന്നുന്നു ഇറങ്ങിയ 2022 ഈ പറയുന്ന ഈ ഗോൾഡ്, ജനഗണമന, മറ്റേ ഈ കടുവയൊക്കെ ഇറങ്ങിയ 2022 ആ കേസാണ് ഈ കേസ്. ഇത് എല്ലാ മാർച്ച് എൻഡിലും ഞാൻ ചോദിച്ചിട്ട്, ഞാനും ധനുഷും നമ്മളെല്ലാരും ഇൻകം ടാക്സ് അടയ്ക്കുന്നവരാണല്ലോ, നമ്മുടെ കമ്പനിയും അടയ്ക്കുന്നതാണല്ലോ. കമ്പനിക്ക് ഒരു ദിവസം വൈകിയാൽ എത്ര രൂപ പിഴ വരുന്നുണ്ടെന്ന് ആലോചിച്ച്. നമ്മളുടെ ടാക്സ് നമ്മൾ കൃത്യമായി ഫയൽ ചെയ്യാതെ വൈകി കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപ പിഴ അടയ്ക്കേണ്ടി വരും. അതിന്റെ പിന്നാലെയുള്ള നൂലാമാലകൾ എന്താണെന്ന് സാധാരണപ്പെട്ട നമുക്കറിയാം. ഇവർക്കപ്പൊ ഇതൊന്നും അറിയാൻ പാടില്ലഞ്ഞിട്ടൊന്നും അല്ല. അപ്പം അതിനെ സ്വാഭാവികമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പോയി കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്? നാളെ നമുക്കൊരു തലവേദന വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ എനിക്ക് വേണമെങ്കിൽ പറയാമല്ലോ, ഞാൻ മോഡിയെ തെറിവിളിച്ചുകൊണ്ടാണ്, ഇല്ല പിണറായിയെ തെറിവിളിച്ചുകൊണ്ടാണ് എനിക്ക് പ്രശ്നം വന്നതെന്ന്. ടാക്സ് അടയ്ക്കേണ്ടത് അടയ്ക്കട്ടെ. നമ്മൾ ഈ പോക്കൃത്തരം കാണിച്ചപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് പോലീസ് പിടിക്കും. അതല്ല പോലീസിനെ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വാർത്തകളിൽ കൂടെ പോലീസിനെതിരായിട്ട് വാർത്തകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായി പിടിക്കും. അത് അവരുടെ നിയമമാണ്. നിയമം നമ്മൾ അനുസരിക്കുകയാണ്. ന്യായമുള്ളിടത്തേ നമ്മൾ നിൽക്കാവൂ. അല്ലാതെ ഇതിനകത്ത് ഒരു ന്യായവും ഇല്ലാതെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഈ സിനിമയും ഈ റെയ്ഡുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ്. സ്വാഭാവികമായി തന്നെ ഈ ചിട്ടി കമ്പനികളിലും മറ്റുമൊക്കെ പുറത്തുനിന്ന് പണം എത്താറുണ്ട്. എത്തുന്ന പണമൊക്കെ മിക്കവാറും ഒക്കെ ഫെമ ചട്ടലംഘനത്തിൽ കൂടെ തന്നെ വരുന്ന പണവുമാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഭീകരവാദ ഫണ്ടുകൾ വലിയ രീതിയിൽ വന്നിട്ടുണ്ട്. അത് ഈ സിനിമയുമായി ബന്ധമുണ്ട് എന്ന് ഓർഗനൈസർ പറയുന്നു. RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ അങ്ങനെ ഒരു വിവരം പുറത്തുവിടുന്നുണ്ട്. അവർ പറയുന്നത് അധികം വൈകാതെ ED ഇത് വെളിപ്പെടുത്തുമെന്നാണ്. ഇവിടെ ഒരു പ്രധാന പ്രശ്നമുണ്ട്. ഗോകുലം ഗോപാലനായാലും കേരളത്തിലെ മാധ്യമങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമുണ്ട്. ഗോകുലം ഗോപാലിന്റെ പരസ്യം വലിയ രീതിയിൽ തന്നെ ഇവിടുത്തെ ചാനലുകൾക്ക്, മാധ്യമങ്ങൾക്ക് യഥേഷ്ടം കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. കാരണം അതൊരു ബിസിനസ് ഗ്രൂപ്പാണ്, ബിസിനസ് സ്ഥാപനമാണ്. അപ്പോൾ സ്വാഭാവിക പരസ്യം കിട്ടുന്നതാണ്. ഇവിടെ ഈ ഗോകുലം ഗോപാലിന് ചിട്ടി ഫണ്ട് ഒരു ഗുഡ്വിൽ സ്ഥാപനമാണ്. അതിന്റെ ഒരു ഗുഡ്വില്ലുണ്ട്, നല്ലൊരു പേരുണ്ട് അതിന്. കാരണം അതിന് ഇതുവരെ അങ്ങനെ ഒരു മോശം പേരൊന്നും ആരും കേട്ടിട്ടൊന്നുമില്ല. നല്ലൊരു പേരുള്ള ഒരു സ്ഥാപനമാണ്, നല്ല ചിട്ടി സ്ഥാപനമാണ്. ഇതുവരെ പൊട്ടിയതായിട്ടോ അങ്ങനെയുള്ള ചീറ്റിംഗ് കേസുകൾ, അതെനിക്കറിയാം, ചീറ്റിംഗ് കേസുകളൊക്കെ ഉണ്ട് അനവധി, അത് വേറെ കാര്യം, അത് മറ്റു കേസ്. ഗുഡ്വില്ലുണ്ട്. മറ്റു ചിട്ടി കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും പറയും കുഴപ്പമില്ല ഗോകുലത്തിന് എന്ന് പറയാം. പക്ഷെ ഇങ്ങനെ ഒരു കേസോട് വരുമ്പോൾ അവരുടെ ഗുഡ്വിൽ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇത് കേന്ദ്ര സർക്കാരിന്റെ പ്രതികാരമാണ് എന്ന് അടിച്ചിറക്കുന്നത്. അത് പറയുമ്പോൾ സംഭവം തീരുമല്ലോ. നേരത്തെ ധനുഷ് പറഞ്ഞ കറക്റ്റാ. എമ്പുരാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോകുലത്തിനെ രക്ഷിക്കുകയാണ് ചെയ്തത്. കാരണം ഇപ്പൊ ഇത് എമ്പുരാന്റെ തലയ്ക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. നാളെ ഈ ആന്റണി പെരുമ്പാവൂരോ ഒക്കെ നിർമ്മാതാക്കളാണ്. അവർ ഈ കണക്ക് കൃത്രിമം എന്ന് നമ്മുടെ മോഹൻലാൽ ആനക്കൊമ്പ് വെച്ചതിനെതിരെ കേസ് വന്നില്ല, ആനക്കൊമ്പ് കൈവശം വെച്ചതിനെതിരെ. എന്തായിരുന്നു അതിന് കാരണം? അദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന് കണ്ടെത്തിക്കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് നോട്ടീസ് ഒന്നും നൽകിയിരുന്നു. പക്ഷേ ആ സമയത്ത് മോദി ഭരിക്കാതെ പോയി. ആ സമയത്ത് മോദി ഭരിച്ചെങ്കിൽ ഇവര് അപ്പോഴും പറഞ്ഞു വരുത്തേനെ ഇത് ആനക്കൊമ്പല്ല, ഇത് പ്ലാസ്റ്റിക് കൊമ്പാണ്, ഇത് മോദിയുടെ ഗൂഢതന്ത്രമാണെന്ന് പറഞ്ഞു വരുത്തേനെ. എമ്പുരാന്റെ എഫക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്തും ചെയ്യുക എന്നിട്ട് പറയുകയാണ് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക, ഈ രാജ്യത്ത് വിധ്വംസ പ്രവർത്തനം ചെയ്യുക, വിഘടനവാദ പ്രവർത്തനം ചെയ്യുക, എന്നിട്ട് പറയുകയാണ് മതേതരത്വം തകർക്കുന്നു. മതമാണെങ്കിൽ മതേതരത്വം തകർക്കുന്നു. ഇല്ലെങ്കിൽ പറയും ഞങ്ങൾ മോദിക്കെതിരെ പറഞ്ഞതുകൊണ്ടാണെന്ന് പറയും. ഈ പോപ്പുലർ ഫ്രണ്ടുകാരും അങ്ങനെയായിരുന്നു, പാവങ്ങളായിരുന്നു പോപ്പുലർ ഫ്രണ്ടുകാർ. പൂമ്പാറ്റകളെയും ചിത്രശലഭങ്ങളെയും സ്നേഹിച്ചിരുന്നവരാണ്. അവർ മോദിക്കെതിരെ തിരിഞ്ഞുകൊണ്ട് അവരെ പൊക്കി അകത്തിട്ടെന്നാണ് പോപ്പുലർ ഫ്രണ്ടുകാർ പറയുന്നത്. ഞങ്ങൾ നിരപരാധികളാണ്, മോദിക്കെതിരെ ശബ്ദിച്ചുകൊണ്ട് ഞങ്ങൾ അകത്തിട്ടെന്ന്. ഈ രാജ്യം തകർക്കാൻ ബോംബ് വഴി വെച്ചവന്മാരെയാണ് പൊക്കി അകത്തിട്ടിരിക്കുന്നത്. വലിയ UAPA കേസിലാണ് പൊക്കി അകത്തിട്ട് നിരോധിച്ചത് ആ സംഘടന. അവിടെയും പറയാം. അതായത് എന്തിനേയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ പേര് ഇപ്പൊ ഒതുങ്ങി ഇപ്പൊ കേരളത്തിലേക്ക് മാത്രമായി അവർ ഒതുങ്ങി. അതാണ് ഇതിന്റെ ഒരു രസകരമായ കാര്യം. അതുകൊണ്ട് എന്ത് പറ്റി?
നാഷണൽ മീഡിയാസിന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 2 വർഷമായിട്ട് നാഷണൽ മീഡിയാസിന് യൂണിറ്റ് ഉണ്ട് കേരളത്തിൽ. മുമ്പ് ഞാനൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് നാഷണൽ മീഡിയാസിന് യൂണിറ്റ് ഇല്ല. ഇവിടുന്ന് ആരെങ്കിലും നമ്മൾ വാർത്ത നാഷണൽ മീഡിയാസിന് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, വാർത്ത ചെയ്യണമെങ്കിൽ. എന്നാൽ പോലും അവർ അവരുടെ ഒരു മൂലയ്ക്ക് ഒതുക്കിയിരുന്ന വാർത്തകൾക്ക് ഇന്ന് കേരളത്തിൽ ഹെഡ്സ് എടുത്ത് നോക്കൂ, ഒരു ഓൺലൈൻ മാധ്യമം, നാഷണൽ മീഡിയാസിന്റെ ഓൺലൈൻ മാധ്യമം നോക്കൂ, നിങ്ങൾ അതിനകത്ത് അവർ ക്യാരി ചെയ്തിരിക്കുന്ന ന്യൂസ് എടുത്ത് നോക്കൂ, അവരുടെ ഹെഡ്സ് എടുത്ത് നോക്കൂ. ഹെഡ്സിനകത്ത് 10 എണ്ണത്തിൽ ഒരെണ്ണം കേരള വാർത്തയായിരിക്കും, എന്തെങ്കിലും ഒരു കേരള വാർത്ത വരും. ഒന്നെങ്കിൽ മയക്കുമരുന്ന് പിടിച്ചത് വരും, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ STP യുടെ എന്തെങ്കിലും റെയ്ഡ് നടന്നത് വരും, ഇല്ലെങ്കിൽ ഒരു വലിയ കൊലപാതകം വരും, അതല്ലെന്നുണ്ടെങ്കിൽ ഇത് കണക്കുള്ള എന്തെങ്കിലും സാധനങ്ങൾ വരും, പീഡനം വരും. ഇതെല്ലാം വരാറുണ്ട് ഒറ്റ ദിവസം. അതുകൊണ്ട് അവർ യൂണിറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ റിപ്പബ്ലിക്കിന് നേരത്തെ ഉണ്ട്, ടൈംസ് നൗവിന് ഇപ്പോൾ ഉണ്ട്. മുമ്പ് അവർ കർണാടകത്തിൽ നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്, ഇപ്പൊ അവർക്കും ചാലുവാണ് കേരളത്തിലേക്ക്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംവിധാനം ഇവിടെ സജീവമാണ്. അപ്പം എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇപ്പം ഇത് അങ്ങനത്തെ ഒരു ഇടമായി മാറിയിരിക്കുന്നു. കാരണം അതിന് ഈ ഭരണാധികാരികൾ വഴിവെച്ച് കൊടുക്കുകയാണ്. അതായത് ഇവിടെ ഒരു നിയമവും നീതിന്യായവും ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കുത്തഴിഞ്ഞ രീതിയിലേക്ക് പോകുന്നു. ഞാൻ എന്റെ സ്വാതന്ത്ര്യം എന്നാണ് ഇവർ പറയുന്നത്. എന്ത് സ്വാതന്ത്ര്യമാണ്? ഒരിടത്തും ഇല്ലാത്ത സ്വാതന്ത്ര്യം. ഇത് പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതുപോലൊക്കെ. ബംഗ്ലാദേശ് നടക്കുമോ? ചൈനയിൽ നടക്കുമോ? എവിടെങ്കിലും നടക്കുമോ? ഇല്ല. അപ്പം എന്താണ് ഇവരൊക്കെ അവിടെയൊക്കെ പോയ പൂച്ചക്കണക്ക് ഇരിക്കുകയും ചെയ്യും. അപ്പൊ ഈ രാജ്യത്ത് എന്തും നടക്കും എന്നുള്ള ധാരണ ഇനിയെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവർ മാറ്റിവെക്കണം. ഇനി അത് നടക്കില്ല. ഇനി നരേന്ദ്രമോദി അല്ല, നരേന്ദ്രമോദി പോയിട്ട് ഇനി ആര് വന്നാലും നടക്കില്ല. ഇനി അഥവാ നടക്കും, രാഹുൽ ഗാന്ധി വന്നാൽ ചിലപ്പോൾ പഴയ കാലം തിരിച്ചു വരുമായിരിക്കും. ഈ അടുത്തൊന്നും രാഹുൽ ഗാന്ധി വരാനും പോകുന്നില്ല. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനമായിട്ട് അനുവദിക്കത്തുമില്ല. അതിന് നിങ്ങളിപ്പോ എന്ത് തലകുത്തി പറഞ്ഞാലും നടക്കുന്ന ഒരു കാര്യവുമല്ലത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇതിനെ ചോദ്യം ചെയ്തിട്ടുള്ള സംഘടനകളൊന്നാണ് ഈ RSS. ഈ അനീതിക്കും അക്രമത്തിനും ഒക്കെ എതിരെ അവരന്ന് പറഞ്ഞതാണ് ഈ 370-ാം വകുപ്പ് എടുത്തു കളയണം. അതാണ് ഈ തെമ്മാടിത്തരം മുഴുവൻ കാശ്മീരിൽ നടക്കുന്നതിന് കാര്യമെന്ന്. എടുത്തു കളഞ്ഞപ്പോ എത്ര ശാന്തമായി, അവിടുത്തെ ഉള്ളവർ ജനം രക്ഷപ്പെട്ടവിടെ, എത്ര സ്ഥാപനങ്ങൾ അവിടെ വന്നു, അതുപോലെ തന്നെ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ഇവിടെ നടക്കുന്നുണ്ട് അല്ലെ. അന്ന് അവരത് പറഞ്ഞു. അത് പറഞ്ഞപ്പോ അവർ വർഗീയവാദികളെ. ഇതിനൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കിടന്ന് ഇതിന്റെ കാലം. ഇതൊന്നും ആര് കേൾക്കാനും ഏൽക്കാനും ഒന്നുമില്ല. പിന്നെ ഇവിടെ കിടന്ന് പറയാൻ, കുറെ കമന്റ് ഇടാൻ, കുറെ തെറിവിളിക്കാന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ചുക്കും സംഭവിക്കത്തില്ല. കാരണം നരേന്ദ്രമോദി എന്നുള്ളതല്ല, നരേന്ദ്രമോദിക്ക് പകരം ആര് വന്നാലും ഇതൊക്കെ തന്നെയായിരിക്കും. കാരണം ഇനി ഇന്ത്യ മഹാരാജ്യം അത്തരത്തിലാണ് മുൻപോട്ട് പോകുന്നത്.